ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നിങ്ങൾ മടങ്ങിപ്പോണം. എങ്ങനെ മടങ്ങിപ്പോണം? എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഞാൻ എല്ലാ കാലവും ഒരു ലാഭമായിരുന്നു കൊള്ളാം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കല്ല, ഏതെങ്കിലും മതത്തിനല്ല, ഏതെങ്കിലും മുതലാളിക്കല്ല, സൃഷ്ടാവായ ദൈവത്തിന് എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ലാഭമായിരിക്കാൻ എൻ്റെ ദൈവമേ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പ്രപഞ്ച സൃഷ്ടാവാം ദൈവത്തോട് പറഞ്ഞാൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ ഗതി മാറ്റിവിടും. ഹല്ലേലൂയ. മനുഷ്യനെ ലാഭമുള്ളവനാക്കി മാറ്റാൻ. എന്ത് ലാഭം? സ്തോത്രം. ജീവിച്ചിരിക്കുന്ന ഒരു ജന്മം കിട്ടിയത് ലാഭമാക്കി മാറ്റാൻ സ്വർഗം ചെയ്ത വൻ ക്രിയകളാണ് സുവിശേഷത്തിലും വേദപുസ്തകത്തിലും കിടക്കുന്നത്. ഇത് വെറും വാക്കല്ല, സത്യമാണ് സുഹൃത്തുക്കളെ, സത്യമാണ്. നിന്നെ ലാഭമാക്കാൻ സ്തോത്രം. ഇവിടെ മനുഷ്യനെ MBA കാരനാക്കാനോ എഞ്ചിനീയർ ആക്കാൻ വേണ്ടി 5 കൊല്ലം 10 കൊല്ലം ലക്ഷങ്ങൾ മേടിച്ച് പഠിപ്പിക്കുന്ന വലിയ വലിയ യൂണിവേഴ്സിറ്റികളുണ്ട്. 10 രൂപ മേടിക്കാതെ നിന്നെ ലാഭമാക്കാൻ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. സ്തോത്രം. 5 ഡിഗ്രി കൈ കിട്ടിയിട്ടും ചെറുക്കൻ നഷ്ടമായി പോയാൽ 5 സർട്ടിഫിക്കറ്റ് അലമാരിക്കാതിരിക്കുകയുള്ളൂ. തിരിച്ച് ഞാൻ സത്യം പറയാം, ഇന്ന് രാത്രി നിന്നെ നീയല്ലാതാക്കി മാറ്റുന്ന പാപത്തിന് പരിഹാരം വന്നിട്ട് നീ ഒരു ലാഭമായി മാറിയാൽ ശേഷിക്കുന്ന ആയുസ് സമാധാനത്തോടെ കിടന്നുറങ്ങാം. മരിച്ചാൽ സ്വർഗത്തിൽ പോകാം. ഇവിടെ ജീവിച്ചിരുന്ന ദൈവത്തിനും മനുഷ്യനും നഷ്ടമായി മദ്യത്തിനും സ്വത്രം മദിരാക്ഷിക്കും കീഴ്പ്പെട്ട് അങ്ങനെ ജീവിച്ച് മരിച്ചങ്ങോട്ട് എന്നാൽ അവിടെ 5-6 ദൈവമൊന്നുമില്ല. എല്ലാ മതങ്ങളും സംവദിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ഒരുവനേ ഉള്ളൂ. അവനാണ് പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം, മനുഷ്യനോട് കണക്ക് ചോദിക്കുന്ന ദൈവം. ഇവിടെ എല്ലാ സ്വത്രം തകർത്തിട്ട് ഒരു നഷ്ടമായി മരിച്ച് നല്ല ശവാടക്കം മേടിച്ച് അങ്ങോട്ട് ചെന്നാൽ സ്വർഗത്തിലെ ദൈവം അവന്റെ വീട്ടിൽ കയറ്റിയാല. അതിന് പരിഹാരം ഉണ്ടാകാനാണ് ഈ കവലയിൽ ഇന്ന് രാത്രിക്കാലം ഇത് പറയാൻ സ്വർഗം എന്നെ പ്രേരിപ്പിച്ചത്. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു നഷ്ടമായി പോകരുത്. അത്രേ ഉദ്ദേശമുള്ളൂ. നിങ്ങൾ ലാഭമാകണം. ഇപ്പൊ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ സ്വന്തം ലാഭമാകണമെന്ന്? ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്താ സംഭവിച്ചു? മനുഷ്യന് പാപം ചെയ്തപ്പോൾ സ്തോത്രം നഷ്ടമാകാനുള്ള കാരണം എന്താണ് എന്നിത്യാദി കാര്യങ്ങളുടെ സവിസ്തര പ്രതിപാദനത്തിന് മുതിരുന്നില്ല. കമ്പിവാചകം പോലെ പറഞ്ഞ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത്രയും നേരം കൂടി അസഹിഷ്ണുരാകാതെ നിങ്ങൾ ദയവായി സന്ദേശം ശ്രദ്ധിക്കാൻ ഓർപ്പിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് കേൾക്കുന്ന ഏറ്റവും വലിയ സത്യമായിരിക്കും ഇത്. നിങ്ങളത് വിശ്വസിക്കാൻ മനസ്സ് വെച്ചാൽ നിങ്ങളൊരു ലാഭമാകുകയാണ്. നിങ്ങളുടെ കച്ചവടം ലാഭമാകാൻ വേണ്ടി പ്രാർത്ഥനയോ അതിനുള്ള ഒത്തിരി പരിപാടി ലോകവും മതങ്ങളും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ ലാഭമാകാൻ ഒരു പരിപാടിയും ഒരു മതവും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചറിഞ്ഞോ? സ്തോത്രം. നിങ്ങളുടെ കച്ചവടം നിങ്ങളുടെ കവലയിൽ ലാഭമാകാൻ നിങ്ങൾക്കറിയാം. ഞാനും മനുഷ്യനല്ലേ, ഒരുപാട് പരിപാടികളുണ്ട്. എൻ്റെ അപ്പനൊരു ചായക്കടക്കാരനായിരുന്നു. സ്തോത്രം. കർത്താവിനെ അറിയുന്നതിനൊക്കെ മുമ്പ് 3-4 ചായക്കട ആ കവലയിലുണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിലാണ്. കൊടപ്പനയോല കൊണ്ട് കെട്ടി ഞാൻ ഓർമ്മ വെച്ച് വരുമ്പോൾ സ്തോത്രം. അപ്പോൾ അവിടെ വരുന്ന ചെറിയ ആൾക്കാരുണ്ട്. അപ്പുറത്തെ ചായക്കടയിൽ കയറുന്നവനെ അവിടെ കയറാതെ ഇവിടെ കയറുന്നവനാക്കി മാറ്റാൻ ഒരുപാട് പണി ചായക്കട ഉള്ളപ്പോൾ എൻ്റെ അപ്പനും ചെയ്തിട്ടുണ്ട്. ഞാൻ ചന്ദ്രനിൽ നിന്ന് പൊട്ടി വീണവനൊന്നുമല്ല. അതുകൊണ്ട് നിൻ്റെ കച്ചവടം ലാഭമാക്കാൻ ഒരുപാട് പരിപാടി പലരും പറഞ്ഞു തരും. പക്ഷെ നിന്നെ ലാഭമാക്കാൻ മതങ്ങളുടെ കയ്യിൽ മരുന്നില്ല. സത്യം പറയുന്നേ, അതിന് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ കൊണ്ടേ കഴിയൂ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കൊച്ചിന് 4 മാർക്ക് കുറഞ്ഞാൽ ട്യൂഷൻ എടുക്കാൻ ട്യൂഷൻ മാഷ് കാണും ഇവിടെ എവിടെയെങ്കിലും, മാത്സിനും ഇംഗ്ലീഷിനെല്ലാം. നല്ല കാര്യം. പക്ഷെ നിന്റെ കൊച്ച് നിനക്ക് നഷ്ടമായാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിന് വേറെ പണിയൊന്നുമില്ല. ദൈവം ഇടപെടണം. മനുഷ്യനെ ലാഭമാക്കാൻ ലോക ചരിത്രത്തിൽ ക്രിയ ചെയ്തൊരുവനുണ്ടെങ്കിൽ മനുഷ്യന്റെ ഉടയവനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചത്? പാപനിമിത്തം ഞാൻ 3-4 വാക്യങ്ങൾ ഒരുമിച്ചിട്ട് വായിച്ച് അവസാന ഭാഗത്തേക്ക് വരാം. വേദപുസ്തകത്തിൻ്റെ ഭാഷ എന്ന് പറയുന്ന ഒന്നുണ്ട്. സ്തോത്രം. ആ ഭാഷ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ.
സ്വർഗീയവും ആത്മീകവുമായിരിക്കുന്ന വിഷയങ്ങളെ മനുഷ്യന് മനസ്സിലാകുന്ന പദങ്ങൾ കൊണ്ട് പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എല്ലാ പ്രൊഫഷനിലും അതിൻ്റേതായ ടെക്നിക്കൽ വേർഡുകളുണ്ട്. എന്നോട് ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞത്, എല്ലാ പ്രൊഫഷനുകളിലും അതിൻ്റേതായ ടെക്നിക്കൽ വേർഡുകളുണ്ട്. ഈ കീബോർഡ് വായിച്ച് മനോഹരമായിട്ട് ഒരു പാട്ട് പാടി. ഞാൻ ഈ പ്രസംഗിക്കാൻ വേണ്ടി പുറകിൽ വന്നിരിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. പാട്ട് പാടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അടുത്ത പാട്ടിന് തയ്യാറാകുമ്പോൾ പാട്ടുകാരൻ കീബോർഡ് വായിക്കുന്നുണ്ട്, പറയും സ്വത്രം 4/4 എന്നും G മൈനർ എന്നൊക്കെ. എനിക്കറിയില്ല ഇപ്പോഴും. ഇത് അവരുടെ ഒരു ടെക്നിക്കൽ വേർഡാ സ്വത്രം, അല്ലേ? അത് അവർക്കറിയാം. അത്രയും പറഞ്ഞാൽ മതി, അടുത്ത സംഭവം ഇന്ന രീതിയിലാണ് വരുന്നതെന്ന്. ഇതുപോലെ എല്ലാ പ്രൊഫഷനിലും ടെക്നിക്കൽ വേർഡുണ്ട്. അതിലൂടെ കാര്യങ്ങൾ സ്വത്രം സംഭാഷണം നടക്കും. ബൈബിളിനും അങ്ങനെ ചില പ്രത്യേക വാക്കുകളുണ്ട്. അതിലൊരു വാക്കാണ് ഇരുട്ട്, വേറൊരു വാക്കാണ് വെളിച്ചം. എന്ന് പറയുമ്പോൾ ഈ കത്തി നിൽക്കുന്ന ബൾബോ നാളെ നേരം വെളുക്കുമ്പോൾ ഉദിക്കുന്ന സൂര്യനാണെന്ന് വിചാരിക്കരുത്. അതൊരു സത്യം പറയുകയാണ്. ഇരുട്ടെന്ന് പറയുമ്പോൾ ലൈറ്റ് ഓഫ് ആകുമ്പോൾ ഇവിടെ വരുന്ന ഒന്നല്ല, അതൊരു ടെക്നിക്കൽ വേർഡാണ്. ഇനി ഞാൻ 4 വാക്യങ്ങൾ പറയുന്നതിനകത്ത് ചിലപ്പോൾ ഇങ്ങനെയുള്ള വാക്ക് കണ്ടേക്കാം. ഞാനത് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകും, വായിച്ചു വരുമ്പോൾ ആ കാര്യം മനസ്സിലാകും. പാപം നിമിത്തം മനുഷ്യൻ സ്വത്രം എന്തായി മാറി? അൺപ്രോഫിറ്റബിളായി മാറി. എങ്ങനെയാണത്? നന്നായിട്ട് ഫേഷ്യലൊക്കെ ചെയ്ത് മുടിയും വെട്ടി നല്ല ഫ്രീക്കനായിട്ട് വന്നിറങ്ങിയാൽ ആര് പറയുമെന്ന് നഷ്ടമാണ്. സ്തോത്രം. എത്രയോ പേർക്ക് അങ്ങനെ പറ്റിയെന്നറിയാമോ? നല്ല ഒന്നാന്തരം തങ്കം പിടിച്ച പെങ്കുച്ചനെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു. അവനിങ്ങനെ സ്തോത്രം ഈ പറഞ്ഞ പോലെ മിടുക്കനായി പെർഫ്യൂമൊക്കെ അടിച്ച് നന്നായിട്ട് നിന്നപ്പോഴത്തേക്കും നമ്മൾ ഓർത്തു ഇവൻ ഏറ്റവും ബെസ്റ്റാന്ന്. കെട്ടിയതിൻ്റെ 3-ാം മാസം പെങ്കൊച്ചു പറഞ്ഞു, അമ്മേ ഇവൻ ആള് പോക്കായിരുന്നു. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് എന്താ, ഇവൻ വെറും അൺപ്രോഫിറ്റ് പോയിട്ട് അതിലും അടിയിൽ കിടക്കുന്നവനാ ഇവൻ. അപ്പോൾ നമുക്ക് വേഷം കൊണ്ടൊന്നും അറിയാൻ പറ്റിയല്ല, കെട്ടുമട്ടും കൊണ്ട് അറിയാൻ പറ്റിയല്ല. അറിയണമെങ്കിൽ അടുത്ത് ചെല്ലണം. അതിനതേ സംഭവിച്ച ചില വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ആദ്യത്തെ വാക്യം റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലാണ്. ഒന്ന് വായിച്ചു കേൾപ്പിക്കാം പാസ്റ്ററെ. റോമാലേഖനം 1:21. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. സംഭവിച്ചു പോയ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ആ വാക്ക് കേട്ടോ, അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. ഇരുണ്ടുപോകുക, ഇരുട്ടാകുക എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞല്ലോ ടെക്നിക്കൽ വേർഡാണ്. ഹൃദയം ഇരുണ്ടുപോയി എന്ന് പറഞ്ഞാൽ പോയി സ്കാൻ ചെയ്താൽ സ്വത്രം ഈ പറയുന്നവരുടെ ഹൃദയം കറുത്തിരിക്കും, നമ്മുടെ ചുവന്നിരിക്കുന്നതിന് അർത്ഥമില്ല. എല്ലാവരുടെയും ഹൃദയം ഡോക്ടർക്ക് അറിയാം ചുവന്നിരിക്കുള്ളൂ, ചോരയെ കുടിച്ചായിരിക്കുള്ളൂ. പിന്നെ ഇതൊരു ആത്മീക ഭാഷയാണ്. പാപം ചെയ്തപ്പോൾ ദൈവമുണ്ടെന്നറിഞ്ഞിട്ടും ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ദൈവത്തെ ബഹുമാനിക്കാതെ ബോധിച്ചതുപോലെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ബൈബിൾ പറയുന്നു അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. ഹൃദയം ഇരുണ്ടുപോയപ്പോൾ എന്തോ പറ്റി? അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, ആ വാക്കിങ്ങനെയാണ്, അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഇമാജിനേഷൻ. ആ ഇമാജിനേഷൻ എവിടെ ചെന്ന് എഫക്ട് ചെയ്ത് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, സ്വത്രം അദൃശ്യനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവര് ക്ഷയമുള്ള പക്ഷി, മനുഷ്യൻ, നാഴ്ക്കാലി തുടങ്ങിയവരുടെ രൂപസദൃശ്യത്തിലാക്കി കളഞ്ഞു. അപ്പൊ ഹൃദയം ഇരുണ്ടുപോയപ്പോൾ മനുഷ്യൻ ദൈവത്തെ ഭാവനയിൽ കണ്ടു, കാവ്യ ഭാവനയിൽ അവൻ മനസ്സിൽ കണ്ടു. ആ മനസ്സിൽ കണ്ടതെല്ലാം ദൈവമായിട്ട് അവൻ വരച്ചു വെച്ചു. അതാണ് നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്നു എഴുതിയത്. ഇമാജിനേഷൻ. ഞങ്ങളുടെ വേദപുസ്തക ഭാഷയെ പറഞ്ഞാൽ കാവ്യ ഭാവനയിൽ. സ്തോത്രം. ചുമ്മാ ഇരിക്കുക, ഭയങ്കര ത്രില്ലർ സ്റ്റോറി ഒക്കെ സ്തോത്രം, മാസ്റ്റർ പീസ്, എഴുത്തുകാരുടെയൊക്കെ മാസ്റ്റർ പീസ്. തകഴിയുടെ കയറും പിന്നെ സ്തോത്രം MDയുടെ മറ്റേതൊക്കെ പുസ്തകങ്ങളെല്ലാം, അതെല്ലാം സ്തോത്രം ഇങ്ങനെ ഭൂമിയിൽ നിന്ന് പിറക്കിയെടുത്തതല്ല. ഒരു പേപ്പറും പേനയുമായിട്ട് പ്രശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ ശൂന്യതയിൽ നിന്ന് അവരുടെ ഇമാജിനേഷനിൽ പൊങ്ങി വന്നതാണ് സ്തോത്രം മലയാളികൾ വായിച്ച് രസിച്ച, പിന്നീട് അപ്രപാളികളിൽ സിനിമയുമൊക്കെ ആയിട്ട് വന്ന പല സ്റ്റോറികളും. വെറും കഥയാണത്. പക്ഷേ അത് സ്തോത്രം സിനിമയാക്കി കൊണ്ടുവന്നപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തെ തൊട്ട കരയിപ്പിച്ച വിഷയങ്ങളായി മാറി. അത്രയ്ക്ക് കഴിവുണ്ട് മനുഷ്യന്. ഒരു ചെറിയ തുണ്ടെടുത്തിട്ട് ഒരു വലിയ കഥയാക്കി മാറ്റാം. ഈ കഴിവ് ദൈവത്തിൻ്റെ ഭാഗത്ത് ഉപയോഗിച്ചു.
അങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ടായി. ചതി നിങ്ങൾ നോക്കിക്കൊള്ളണം. അറിയാവുന്നവർ ഗ്രഹിക്കാവുന്നവർ ഗ്രഹിച്ചോളണം. ഹൃദയം ഇരുണ്ടുപോയാൽ ആരെയും കയറി ആരാധിക്കും. എല്ലാവരും ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോവും. ആദ്യത്തെ വാക്ക് മനുഷ്യന്റെ ഹൃദയം ഇരുണ്ടുപോയി. രണ്ടാമത്തത് കൊരിന്ത് ലേഖനത്തിലാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അടുത്ത വാക്യം പറയുന്നു മനുഷ്യനിൽ സംഭവിച്ച അടുത്ത സ്തോത്രം വ്യത. 2 കൊരിന്ത്യർ 4:4 എന്തെഴുതിയിരിക്കുന്നേ? ദൈവപ്രതിമയായ യേശുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. റോമാലേഖനത്തിൽ ഹൃദയം ഇരുട്ടാക്കിയപ്പോൾ കൊരിന്ത് ലേഖനത്തിൽ മനസ്സ് കുരുടാക്കിയെന്ന്. കുരുടാക്കി, ഡാർക്കാക്കി. സ്തോത്രം. മനസ്സ് കുരുടാക്കി. ആരാ അങ്ങനെ ചെയ്തത്? അവിടെ എഴുതിയിട്ടുണ്ട് ഈ ലോകത്തിന്റെ ദൈവം. അതാരാണ്? വേദപുസ്തകം 3 തരം ദൈവങ്ങളെ പരിചയപ്പെടുത്തുന്നു. 3 തരം ദൈവം ഉണ്ടെന്ന് ബൈബിൾ പറയുന്നില്ല. 3 തരം ദൈവങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഒന്ന്, ഇപ്പൊ വായിച്ച ഈ ലോകത്തിന്റെ ദൈവം, അത് സാക്ഷാൽ സാത്താനാണ്. 2, വേറൊരു വാക്യം ബൈബിൾ പറയുന്നുണ്ട്, അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. സ്തോത്രം. അത് മനുഷ്യൻ ഞാൻ ഈ പറഞ്ഞ പോലെ കാവ്യ ഭാവനയിൽ ഉരുത്തിരിഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്ന ലോക്കൽ ദൈവങ്ങളാണ്. വേദപുസ്തകം സത്യസന്ധമായി വെളിപ്പെടുത്തുന്ന 3-ാമത്തത് ഏക സത്യ ദൈവം. ഈ ഭൂമിയെ സൃഷ്ടിച്ച, ആകാശത്തെ സൃഷ്ടിച്ച, ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ട, മനുഷ്യരെ സൃഷ്ടിച്ച, ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് കൽപ്പിച്ചപ്പോൾ സകലത്തെയും ഉളവാക്കിയ, ഇന്നും ഇവിടെ ദൈവത്തിന്റെ കരവിരുതായ മനുഷ്യന് മേൽ എന്തെങ്കിലും സംഭവിച്ചാൽ വാക്കുകൊണ്ട് അവനെ സൗഖ്യമാക്കാനും നേരെ നിർത്താനും കഴിവുള്ള സൃഷ്ടാവായ ദൈവം, ആ ദൈവമാണ് ഏക സത്യ ദൈവം. ഈ ലോകത്തിലെ ദൈവം വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ സുവിശേഷം ബാക്കിയെല്ലാം മനസ്സിലാവും. പക്ഷെ സുവിശേഷം മാത്രം എത്ര കേട്ടാലും മനസ്സിലാവില്ല. അച്ഛൻ്റെ കുഴപ്പമല്ല. പ്രശ്നം എന്തെന്നറിയാമോ? ഈ ലോകത്തിന്റെ ദൈവം ചാൻ്റെ മനസ്സ് കുരുടാക്കി. സ്തോത്രം. മനസ്സ് അത് ഇരുണ്ടുപോയി, അത് കുരുടാക്കി. 3-ാമത്തത് എഫേസ്യ ലേഖനത്തിലാണ് കിടക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, അടുത്ത വാക്ക്, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അടുത്തത്, അവർ അന്ധബുദ്ധികളായി. അന്ധബുദ്ധി. ആ വാക്ക് കേട്ടോ? 2 വാക്കുകളുടെ സംയോജനമാണ് ആ വാക്ക്. അന്ധത പ്ലസ് ബുദ്ധി ഇസ് ഈക്വൽ ടു അന്ധബുദ്ധി. മന്ദബുദ്ധി അല്ല, അന്ധബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇരുട്ടായി കളഞ്ഞു. ബുദ്ധി എന്ന വാക്കിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്. ലോകം ചലിക്കുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. നിയമങ്ങളൊക്കെ ഉണ്ട്, എല്ലാത്തിനും നിയമമുണ്ട്. പക്ഷെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇതെല്ലാം നീങ്ങുന്നത്. ഹൈവേയിലൂടെ 2 വണ്ടികൾ സ്തോത്രം പോകുക, ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വണ്ടി വരുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഓവർടേക്ക് ചെയ്യുന്ന വണ്ടി നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ള, വണ്ടി ഓടിക്കുന്നവർ. ഇച്ചിരി തിരക്കിലാണെങ്കിൽ അവിടെ നിന്നൊരു വണ്ടിക്കാരൻ വരുന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാഗത്താണ് റൈറ്റ്. കാരണം റൈറ്റ് സൈഡിൽ ഇങ്ങോട്ട് കിടക്കുന്ന ആ വരയ്ക്കിപ്പുറമുള്ള സ്ഥലം ഇങ്ങോട്ട് വരുന്നവൻ്റെയാണ്. പക്ഷെ നമുക്ക് ഇച്ചിരി ധൃതിയുണ്ട്. നമ്മളിവിടുന്ന് കയറാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നിയമപരമായിട്ട് അവൻ്റെയാണ് സ്തോത്രം ആ സൈഡെങ്കിലും ഇവിടെ നിന്ന് ചിലപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ഒന്ന് മിന്നിക്കാണിക്കുമ്പോൾ ബുദ്ധിക്കകത്ത് ഇരുട്ട് കയറാത്തവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നെങ്കിൽ അവന് മനസ്സിലാവും വരുന്നവന് ചില തിരക്കിലാണ്, ഒന്ന് ചവിട്ടിയേക്കാം എന്ന് പറയുമ്പോൾ ചെറുതായിട്ടും സ്ലോ ആക്കും, ഇവനങ്ങ് കയറിപ്പോവും. അതിന് പകരം എൻ്റെ അല്ലടാ ഈ വശം എന്നും പറഞ്ഞ് വട്ടം നിർത്തി കഴിഞ്ഞാൽ 2 പേരുടെയും പോക്ക് മുടങ്ങും. ഇതെല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ്. നിയമമൊക്കെ ശരിയാണ്, എല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഈ കുടുംബജീവിതമൊക്കെ എന്തോ അണ്ടർസ്റ്റാൻഡിലാണ് പോകുന്നതെന്നറിയാം. അതിനകത്ത് ഇരുട്ട് കയറിയാൽ അടിയാണോ എന്ന് ചോദിച്ചാൽ മതി. സ്തോത്രം. കാരണം തെറ്റിദ്ധാരണ, സംശയം, മനസ്സിലാക്കാനുള്ള കഴിവുകേട്, ഇതെല്ലാം കൂടി കയറി കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും വ്യക്തികളെയും ചവറാക്കി കളയുന്ന ഒരു പ്രവണത ലോകത്തിനുണ്ട്. എന്താ കാര്യം? സ്തോത്രം. ഈ തിരിച്ചറിയുന്ന അണ്ടർസ്റ്റാൻഡിങ് മേഖലയെ ഇരുട്ടാക്കി കളഞ്ഞു. കൊണ്ട് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ,
ഈ മേഖലയിൽ ഇരുട്ടാക്കിയതിൻ്റെ പ്രശ്നം അറിയാമോ? ഞാൻ എങ്ങനെ പറയുന്നേ? ആൻറ്റിമാരും അമ്മമാരും സഹോദരിമാരൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സാണ്. എങ്കിലും ഈ കാര്യം ബോധിപ്പിക്കാൻ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങളെന്നോട് ക്ഷമിക്കണം. നിങ്ങൾ വായിച്ചിട്ടില്ലേ സ്തോത്രം? പലപ്പോഴും ആനുകാലികമായിട്ട് വായിച്ചിട്ടില്ലേ? എന്താ വായിച്ചത്? സ്തോത്രം, 5 വയസ്സുള്ള പെൺകുട്ടിയെ 52കാരൻ പീഡിപ്പിച്ചു. കേരളത്തിലെ വാർത്തകൾ വന്നതാണ്, ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതല്ല. നിങ്ങൾ ഓർത്തു നോക്കി, എന്തുവാ മനുഷ്യൻ? ഞാൻ എങ്ങനെ പറയുന്നേ? അവൻ്റെ അണ്ടർസ്റ്റാൻഡിങ് മേഖല, പിഞ്ചു കുഞ്ഞ് വിരിയാത്തൊരു പൂവ്, എങ്ങനെ പറയുന്നതിനെ? സ്തോത്രം, ഒരു അപ്പൻ 55 വയസ്സുകാരൻ മോളെന്ന് വിളിച്ച് തോളയിലിട്ട് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തൊരു മുട്ടായി മേടിച്ചു കൊടുക്കേണ്ട പ്രായം ആ മനുഷ്യൻ്റെ ബുദ്ധിക്കകത്ത് സാത്താൻ ഇരുട്ട് കയറ്റിയപ്പോൾ അവൻ 5 വയസ്സ്, സ്തോത്രം, 30 വയസ്സുകാരിയെ പോലെയാ തോന്നുന്നേ. നീ ഞാൻ പറയണോ? പറഞ്ഞാൽ സുവിശേഷ പ്രസംഗം വേറൊന്നായി പോകും. സ്വന്തം അപ്പൻ പീഡിപ്പിച്ച പെൺമക്കൾ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ സ്തോത്രം ന്യൂസ് പേപ്പറിൽ വാർത്ത, ഒരു ബോക്സ് കോളം വായിച്ചു. കോട്ടയം ജില്ലയിൽ 6 മക്കൾ, അഭ്യസ്ത വിദ്യരായ 6 മക്കൾ കുടുംബസ്ഥരായി ചുറ്റുവട്ടത്ത് 10 കിലോമീറ്റർ ചുറ്റളവിന് പാർക്കുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട്. അവരുടെ അമ്മ, അപ്പം മരിച്ചുപോയി. അമ്മ ചില മൂശാട്ടയൊക്കെ ആയിരിക്കും അമ്മ, എന്നാൽ പോലും 6 മക്കളും നോക്കാതെ വീടിനകത്ത് ആഹാരമില്ലാതെ പട്ടിണി കിടന്ന് വിശപ്പ് കൊണ്ട് ബോധരഗതിയായി ഉറുമ്പരിച്ചു കിടക്കുന്നു. മരിച്ചില്ല, ഉറുമ്പരിച്ചു കിടക്കുന്നു. ജനലെ കൂടെ ആരാണ് നോക്കിയപ്പോൾ ഉറുമ്പ് കയറി കിടക്കുന്നത് കണ്ടുകൊണ്ട് പഞ്ചായത്ത് മെമ്പറെ ആരാണ് വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ ഈ മക്കളാരും നോക്കാറില്ല. ലാസ്റ്റ് അവരെ എടുത്ത് കുളിപ്പിച്ച് പോലീസ് വന്ന്, വാർത്തക്കാരും ചാനലുകാരെല്ലാം വന്ന് സ്തോത്രം ഏതോ ഒരു അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കി. എന്താ കാര്യം? എന്ത് മോശമാണെങ്കിലും പെറ്റ തള്ളയല്ലേ, 6 മക്കളില്ലേ, ആരെങ്കിലും ഒരാളൊരു ചായ്പ് നടത്താനും കൊണ്ടിട്ട് സ്തോത്രം അവർക്ക് ഇച്ചിരി വെള്ളം കൊടുക്കണമായിരുന്നു. എന്താ കാര്യം? വാശി പിടിച്ച് ബുദ്ധിക്കകത്ത് ഇരുട്ട് കയറിയപ്പോൾ ചേടുത്തി അനിയത്തി ആങ്ങളെ എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞ് തള്ള കടന്ന് ചാവട്ടെ, അങ്ങനെ പറഞ്ഞ് തള്ളിക്കളഞ്ഞു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാനീ പറയുന്ന സത്യമാണ്. മനുഷ്യന്റെ ബുദ്ധിക്കകത്ത് ഇരുട്ട് കയറിയാൽ അവൻ ഇവിടെ വേണ്ടാത്തതെല്ലാം ചിന്തിക്കും, അവനിവിടെ വല്ലാത്തതൊക്കെ ചെയ്യും. അതിന് മുന്നോട്ട് പോകുമ്പോൾ അധികമാകും. അടുത്തിടയ്ക്ക് വന്ന വാർത്തകൾ കണ്ടില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. 6ലും 7ലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ കവരയിൽ മയക്കുമരുന്ന് കൊടുക്കുന്ന റാക്കറ്റുകൾ, അതാരാണ്? സ്തോത്രം, ഹല്ലേലൂയ. 40-30 വയസ്സുള്ള ആളുകൾ ജോലിക്ക് പോകാതെ നീചമായ ബിസിനസ് കൊണ്ട് പിഞ്ചോമനകൾക്ക് ആരോ പെറ്റു വളർത്തുന്ന സ്വപ്നമായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ വളപ്പിൽ വെച്ച് കഞ്ചാവും മയക്കുമരുന്നും കൊടുക്കുന്നത്. എന്താ കാര്യം? ഇവിടെ നിയമജ്ഞന്മാരുടെ എണ്ണം കൂട്ടിയാലും വഴുതികളെ ക്യാമറ വെച്ചാലും സുവിശേഷകനായി ഞാൻ പറയുന്നു, ഈ പ്രശ്നത്തിന് പരിഹാരം ക്യാമറ വെച്ചതുകൊണ്ടൊന്നും നടക്കുകയില്ല. ഇതിന്റെ പ്രശ്നം ബുദ്ധിക്കകത്ത് ഇരുട്ട് കയറി. മാഷേ, ആരിവിടെ ഭരിച്ചാലും വയലേഷൻ ഒന്നും നിൽക്കാൻ പോകുന്നില്ല. സ്തോത്രം. ഇതിന്റെ പരിഹാരം ക്രിസ്തുവിന്റെ രക്തത്തിൽ മാത്രം. ഞങ്ങളുടെ കൂടെ വരാമെങ്കിൽ കാണിച്ചു തരാം. കഞ്ചാവ് വിറ്റവനെയും സ്തോത്രം കൊലപാതകം നടത്തിയവനെയും ജയിലിൽ കടന്നവനെയും സ്തോത്രം ഇതുപോലെ നീചമായ കാര്യങ്ങൾ നടത്തിയവരെയും അവരെ യേശു ക്രിസ്തുവിന്റെ സ്നേഹം തേടി വന്നപ്പോൾ സ്തോത്രം സായിപ്പ് കാശ് കൊടുത്തത് കൊണ്ടല്ല, ദുർഗുണ പാഠശാലയെ കൊണ്ടുപോയിട്ട് ഇടിച്ചവനെ നേരെയാക്കിയതല്ല. ഇവിടുത്തെ നീതിന്യായ വകുപ്പിനും കോടതിക്കും നിയമങ്ങൾക്കും നന്നാക്കാൻ കഴിയാത്തവനെ യേശുവിന് കിട്ടിയപ്പോൾ അവന്റെ ചങ്കിലെ ചോരയാൽ അവന്റെ മനസ്സിന്റെ ഇരുട്ട് മാറ്റി, അവന്റെ ഹൃദയത്തിന്റെ ഇരുട്ട് മാറ്റി, അവന്റെ ബുദ്ധിയിലെ ഇരുട്ട് മാറ്റി, അങ്ങനെ അവനെ മനുഷ്യനാക്കി മാറ്റി. അവൻ ദൈവസ്നേഹിയായി മാറി. ഇന്ന് അവൻ ചെയ്ത പാപത്തെ പശ്ചാത്താപത്തോടെ കണ്ടിട്ട് അനേകായിരങ്ങൾ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരുപാട് പേരെ ഞങ്ങൾ കാണിച്ചു തരാം. ഹല്ലേലൂയ. യേശുവിന്റെ മാർഗത്തിൽ രഹസ്യ കച്ചവടം ഇല്ല, രഹസ്യ അജണ്ടകളില്ല. മനുഷ്യനെ മനുഷ്യനായി കാണും. സ്തോത്രം. സഹജീവിയെ അവന്റെ ചോര പൊടിയാനും അവന്റെ ജീവൻ കളയാനും സ്തോത്രം ഈ പുസ്തകം പറയുന്നില്ല. പറയാത്തത് കൊണ്ട് ഹൃദയത്തിൽ ഇരുട്ട് കടന്നാൽ, ബുദ്ധിയിൽ ഇരുട്ട് കടന്നാൽ എന്തിന്റെ പേരിലും ഇവിടെ വിപ്ലവങ്ങൾ നടക്കും, ചോരപ്പുഴ ഒഴുകും. എന്നാൽ ഹൃദയത്തിൽ ഇരുട്ട് മാറിയവർ, ബുദ്ധിയിലെ ഇരുട്ട് മാറിയവർ, മനസ്സിന്റെ ഇരുട്ട് മാറിയവർ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിർത്താൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയാം, ബാക്കി വാക്യങ്ങളെല്ലാം മനഃപൂർവ്വമായിട്ട് ഞാൻ മറക്കുന്നു, ഇവിടെ കൊണ്ടു അവസാനിപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യനെ അൺപ്രോഫിറ്റ് ആക്കി മാറ്റിയത് ഈ വക പ്രവണതകളാണ്. ഇതിന് പരിഹാരം വരുത്താൻ സ്വർഗത്തിലെ ദൈവം പിന്നെയും കല്ലിൽ കൊത്തി 4 നേർച്ചയ്ക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്. ഇവന്റെ ബുദ്ധിയിലെ ഇരുട്ട് മാറ്റാൻ വേണ്ടി യേശു കാൽവരി രക്തമൂറ്റി
പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ തന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറയാം, നിന്റെ മേൽ ഇനി ഇരുട്ട് വരാതിരിപ്പാൻ അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ ഇവിടെ വന്നിട്ട് യേശുവിന്റെ പിന്നാലെ വരുന്നവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ മുമ്പേ ഇരുട്ടായിരുന്നു, ഇപ്പോൾ വെളിച്ചമായിരിക്കുന്നു. ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? ഇവിടെ ആർന്ന് ഇരുട്ട് കടന്നത്? കള്ളു കുടിക്കും, കിട്ടുന്ന കാശ് മുഴുവൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ അപ്പൻ കരിങ്കല്ലുമടെ തൊഴിലാളിയായി മീൻ കച്ചവടക്കാരനായിട്ടൊക്കെ ജീവിച്ച കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ ഞങ്ങൾക്ക് ഉടുതുണിയില്ല, പട്ടിണിയാണ്. ഞാനൊരു ചെരുപ്പൊക്കെ ഇട്ടത് 18-19 വയസ്സായതിനു ശേഷമാണ്. എൻ്റെ അമ്മ ഞങ്ങളുടെ ഞാൻ സ്തോത്രം കഥ പറയാൻ വന്നതല്ല, പക്ഷെ ഈ കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞങ്ങളുടെ നാട്ടിൽ അന്നുള്ളൊരു സ്തോത്രം അച്ഛൻ നടത്തിയ ഓർഫനേജിൽ ഇംഗ്ലണ്ടിലെ സായിപ്പിന്റെ മക്കൾ ഇട്ടിട്ട് അവർ ഡ്രൈ വാഷ് ചെയ്ത് വിട്ട പഴയ നിക്കറും അവരുടെ പഴയ ഷർട്ടുമെല്ലാം ഇവിടത്തെ അനാഥ മന്ദിരത്തിലെ പിള്ളേരെ ഇടിക്കുക, ആൺപിള്ളേരെ അവർ കഴുകാനും സ്തോത്രം ഒന്നുമില്ല. കുറെ കഴിഞ്ഞപ്പോൾ ബട്ടൺസ് പൊട്ടി മൂട് കീറുമ്പോൾ അവരൊരു കുഴി കൊണ്ട് കളയും, വസ്ത്രത്തിന്റെ ദാരിദ്ര്യം കൊണ്ട്. എനിക്ക് അപ്പനുണ്ടായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നു. അദ്ദേഹം സ്തോത്രം എല്ലുമുറിയെ പണിയെടുക്കുന്നവനായിരുന്നു, പക്ഷെ 10 രൂപ വീട്ടിൽ തരില്ലായിരുന്നു. ആ കുഴിയിലിറങ്ങിയ എൻ്റെ അമ്മ സ്തോത്രം ആരോ പിള്ളേരിട്ട് കീറിയ പഴയ നിക്കറും ഷർട്ടും കൊണ്ടുവന്ന് അന്ന് കാരവെള്ളത്തിൽ തിളപ്പിച്ച് കഴുകിയിട്ട് സ്തോത്രം സൂചിയും നൂലും കൊണ്ട് തുന്നിക്കെട്ടി ഞങ്ങളെ എന്നെ എൻ്റെ അനിയനെ ഇടിച്ചു വിട്ടിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ അപ്പനെ കുറ്റം പറയുന്നില്ല, കാരണം എന്താ? ബുദ്ധിക്കകത്തിരുട്ട് കയറിയാൽ പണിയെടുക്കുന്ന കാശ് ഷാപ്പിൽ കൊടുക്കും, വീട്ടിൽ വരികയല്ല, പിള്ളേരുടെ നോർക്കിയല്ല. സ്തോത്രം മനസ്സിലായോ? റേഷൻ കടയിലെ അരി മേടിക്കാൻ വേണ്ടി എൻ്റെ അമ്മ ആരുടെയെങ്കിലും പശുവിന് പുല്ല് പറിച്ചു കൊടുത്തും ഏതെങ്കിലും സ്തോത്രം കൂലി വേലക്കാരൻ്റെ വീട്ടിൽ പോയി മുറ്റം തൂത്ത് കൊടുത്തും റേഷൻ മേടിക്കുമായിരുന്നു. പണിയെടുക്കാൻ പോകുന്നൊരു പുരുഷൻ വീട്ടിലുണ്ട്. ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഇവിടെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിമാരെ, ഞാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞു തന്നിട്ട് മടങ്ങിപ്പോകാം. ഇതിനൊരു വഴിയുള്ളൂ, യേശുവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു വിടുതല്. സ്തോത്രം. ഇതെൻ്റെ അപ്പനിൽ സംഭവിച്ച അന്ന് ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ അപ്പൻ ആള് മാറി. സ്തോത്രം ഹല്ലേലൂയ. ആള് മാറി ഒറ്റ ദിവസം കൊണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വഴിയോര പ്രസംഗം കേൾക്കാൻ വേണ്ടി പോയി നിന്നതാ. അവിടെ വെച്ച് കർത്താവിൻ്റെ രക്തത്താൽ വിടുതൽ കിട്ടി, പാപമോചനം ഉണ്ടായി. അന്ന് എൻ്റെ അപ്പൻ സ്തോത്രം മനസ്സുള്ളവനായി വീട്ടിൽ വന്നു. അടുത്ത ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ കൊണ്ടുപോയെന്ന് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഉടുപ്പ് മേടിച്ചു വന്നു. ഇന്നവണ്ണം ഓർക്കുന്നു, കാലയിലിടാൻ ചെരുപ്പ് മേടിച്ചു വന്നു. സ്തോത്രം ഹല്ലേലൂയ. അന്ന് ബുദ്ധിക്കകത്ത് ഇരുട്ട് മാറിയില്ലായിരുന്നെങ്കിൽ പിന്നെയും കാശ് വഴി പോയേനെ. ഇന്ന് രാത്രികാലം നിന്റെ പണം വക്കീലിന് കൊടുക്കരുത്, നിന്റെ പണം ഷാപ്പിൽ കൊടുക്കരുത്, നിന്റെ പണം ആശുപത്രി കൊടുക്കരുത്, ബുദ്ധികേട് കാണിക്കരുത്, മനസ്സിലിരുട്ടുമായി മടങ്ങിപ്പോകരുത്, ക്രിസ്ത്യാനിയാന്നുള്ള പേരും കൊണ്ട് നടക്കരുത്. ഈ വക സത്യങ്ങൾ ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് സ്വർഗമിച്ചിട്ട് കട്ടിയാണെങ്കിലും ഈ വിഷയം ഇവിടെ പറയാൻ ദൈവം എന്നോട് പറഞ്ഞത്. ഞാൻ ഒരു വാക്കോടെ ഇത്രയും ആകാംക്ഷയോടെ ഹൃദയത്തോട് കൈ ചേർത്ത് വെച്ച് വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങൾ സിയോൻ ഗീതാവിലെ 1000 പാട്ട് പാടിയാലും 91 സങ്കീർത്തനം 1000 പ്രാവശ്യം ഉരുവിട്ടാലും വടക്കേ ഇന്ത്യയിലേക്ക് നിങ്ങൾ സുവിശേഷത്തിൻ്റെ പേര് കാശ് അയച്ചു കൊടുത്താലും നിങ്ങളുടെ വീട്ടിലെ ഇരുട്ട് മാറിയില്ലെങ്കിൽ സ്വസ്ഥത വരികയില്ല. നിങ്ങളുടെ പിള്ളേര് നിങ്ങൾക്ക് ഭാരമാകും. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. കർത്താവേ, മുമ്പേ നിങ്ങൾ ഇരുട്ടായിരുന്നു. യേശു വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പാപം കഴുകിയിട്ടുണ്ട്, നിന്റെ ബുദ്ധിയിൽ ഇരുട്ട് മാറ്റിയിട്ടുണ്ട്, നിന്റെ മനസ്സ് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നിനക്ക് തെറ്റിദ്ധാരണ വരികയല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ കൃപയിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെന്ന് ഓർത്തു നോക്കി. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം ഇന്ന് വരെ നമുക്ക് തോന്നിയിട്ടുണ്ടോ മറ്റൊരു ദൈവത്തിൻ്റെ മുമ്പിൽ പോയി കൈനീട്ടാൻ, മുട്ടുകുത്താൻ? സ്തോത്രം. എന്താ കാരണം? നമ്മുടെ ഇരുട്ട് മാറി. നമുക്കാരും ക്ലാസ് എടുത്തൊന്നുമല്ല. സ്തോത്രം ഹല്ലേലൂയ. പണ്ട് നമ്മൾ ആര് ദൈവത്തിൻ്റെ പേരിൽ വന്നാലും ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇന്ന് പറയും, സ്തോത്രം, ഞങ്ങൾ ഈ പണിക്കാരല്ല. ഇതാര് പഠിപ്പിച്ചു? ബുദ്ധിയുടെ ഇരുട്ട് മാറി. ഞാൻ എന്ന് ഓർക്കുന്നൊരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്താം. ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്ന കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ അന്ന് ആകപ്പാടെ യേശുക്രിസ്തുവിനെ കൈകൊട്ടി പാട്ടുപാടി ആരാധിക്കുന്ന ഒരു കുടുംബത്തെ എൻ്റെ ഓർമ്മയിലുണ്ട്. പാവപ്പെട്ടൊരു കുര്യാക്കോ ചേട്ടനും കുടുംബവും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭയങ്കര മന്തായിരുന്നു, മന്ത്. സ്കൂളിൽ പോയിട്ടില്ല, അവരുടെ തൊഴിൽ കൊട്ടനെയ്യിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ആളെ പിടി കിട്ടുമല്ലോ. വിദ്യാഭ്യാസം ഇല്ല. സ്തോത്രം. ആളുകൾ തടഞ്ഞിട്ടിരിക്കുന്ന വേർപ്പിനൊരുതരം ഉളുമ്പിൻ്റെ മണമുള്ള, സ്തോത്രം, കഷ്ടപ്പാടുള്ള, സ്തോത്രം, ആ മനുഷ്യൻ ഷർട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല.
അദ്ദേഹം സ്കൂളിൽ പോയിട്ടില്ല, പാവം മനുഷ്യൻ, ആളുകളാരും വില കൊടുക്കാത്ത ഒരു ഓലപ്പരെ കിടക്കുന്ന 5-8 കുഞ്ഞുങ്ങളുള്ള സ്തോത്രം ഒരു പാവപ്പെട്ട മനുഷ്യൻ. അദ്ദേഹമാണ് ആദ്യമായി ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഓർമ്മയിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിനെ പാട്ടുപാടി സ്തുതിക്കുന്നത് കണ്ടത്. എൻ്റെ അപ്പൻ ഈ പറഞ്ഞ പോലെ കള്ളുകൂടിയൊക്കെ നിർത്തി രക്ഷിക്കപ്പെട്ട വിവരം അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം അറിഞ്ഞിട്ട് സ്തോത്രം അദ്ദേഹം പേടിയാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വരാൻ. ഞങ്ങൾ ഗതികെട്ടവരെ, എന്നാൽ പോലും അവർക്ക് ഒരു വിഷമമാണ് നമ്മൾ വരുമ്പോൾ കേറ്റോ കൈക്കൊള്ളോ എന്നൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ സന്തോഷം കൊണ്ട് ഒരു ദിവസം വന്നു. എന്നിട്ട് എൻ്റെ അപ്പനെ കണ്ടിട്ട് പറഞ്ഞു, ഞാനൊന്ന് കയ്യെ പിടിച്ചോട്ടെ. അവരുടെ പേടി കൊണ്ടാണ്. യോശോത്ത എൻ്റെ അപ്പൻ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു. എന്നിട്ട് അയാൾ കരഞ്ഞു. കരഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞെന്താണെന്നറിയാമോ? എൻ്റെ അപ്പനെ ഒരു പൈലിന്ന സ്തോത്രം. അദ്ദേഹം പറഞ്ഞത്, പൈലിച്ചേട്ടാ, ഇനി റോട്ടി കിടന്ന് മരിച്ചാലും സ്വർഗത്തിൽ പോകാട്ടോ. സ്തോത്രം. ഇന്നും സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത PhD-ക്കാരുള്ളപ്പോ സ്കൂളിൽ പോകാത്ത കുര്യാക്കോച്ചേട്ടൻ പറഞ്ഞു, യേശുവിനെ കിട്ടിയാൽ ശവടക്കം കിട്ടിയില്ല, പട്ടി തിന്നുപോയാലും അച്ചായന് സ്വർഗത്തിൽ പോകാം. ഈ വെളിപ്പാട് ഹൃദയത്തിലെ ഇരുട്ട് മാറാതെ, ബുദ്ധിയിലെ ഇരുട്ട് മാറാതെ തപ്പിത്തടഞ്ഞു നടന്ന കിട്ടിയാൽ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി പച്ച സുവിശേഷം പറഞ്ഞത്. സാത്താൻ നിങ്ങളെ വഞ്ചിക്കരുത്, ദുഷ്ടൻ നിങ്ങളെ ചതിക്കരുത്. ഇന്ന് രാത്രിക്കാല സത്യം അറിയണം. ഹൃദയത്തിൽ ഇരുട്ടിട്ടുണ്ട് നിങ്ങൾ എന്തോ പ്രാർത്ഥിച്ചാലും ബുദ്ധിയിൽ ഇരുട്ട് കയറിക്കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും സത്യം മറകെട്ടി കിടക്കുമെന്നാൽ യേശുവിനെ ഉറക്കെ വിളിച്ചാൽ, അവന്റെ ചോര നിങ്ങൾക്ക് ഫലിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. ഇവിടെ വീട് മരിച്ചാൽ സ്തോത്രം നിങ്ങൾക്ക് നിത്യത ഉറപ്പാക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, മനുഷ്യന്റെ എല്ലാ വിശേഷതയും പോയി, ആ വിശേഷത മടക്കി കൊണ്ടുവരുവാൻ ദൈവപുത്രൻ താണ ഭൂമിയിൽ വന്നു, ചെയ്യാവുന്നതെല്ലാം ചെയ്തു. എന്നിട്ടും വിശേഷതയില്ലാതെ മരിച്ചാൽ ഇനി ദൈവം ഉത്തരവാദിയല്ല. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ഈ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആരും ഗേറ്റ് കിടന്ന് പുറത്തേക്ക് പോകരുത്. കടത്തിണ്ണയിലൊക്കെ ഒത്തിരി സഹോദര തുല്യമായ സ്നേഹിതർ വീട്ടിൽ പോകാതെ ഈ നേരം വരെയും ഈ പ്രസംഗം കേട്ടിരുന്നു. നിങ്ങളോട് എനിക്ക് പ്രഭാഷകൻ എന്ന നിലയ്ക്ക് ഒത്തിരി ബഹുമാനമുണ്ട്. നിങ്ങൾ ഇത്ര നേരം ഇരുന്നല്ലോ. ഞാൻ കണ്ണ് നിറഞ്ഞ് ഒരു സഹോദരനെ പോലെ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ നാട്ടിലേക്ക് പൊക്കോളാം. നിങ്ങൾ ആ കടത്തിണ്ണയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ സർവേശ്വരനോടുള്ള ബഹുമാനത്തോടെ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾക്ക് കടഭാരം കാണും. നിങ്ങളൊരു കൊച്ചു കൈത്തൊഴിൽ കൊണ്ടോ ചെറിയ ബിസിനസ് കൊണ്ടോ ഈ നാട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് രണ്ടറ്റം പൊട്ടിക്കാൻ പറ്റാത്ത ഞെരുക്കം കാണും. എന്ത് ചെയ്യണമെന്നറിയാത്ത വിഷയം കാണും. ഞാൻ നിങ്ങളോട് പറയാം, യേശു ഒരു സാധ്യതയാണ്. ആയിരങ്ങൾക്ക് സാധ്യതയാണ് യേശു. ഗതികിട്ടത്തിലെന്ന് വിചാരിച്ച് ഒത്തിരി പേരെ കർത്താവ് രക്ഷിച്ചു. അതിലൊരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ആരാണെങ്കിലും ഈ വചനം കേട്ട് നിങ്ങൾ ഒരു വാക്ക് കണ്ണടച്ചിട്ട് യേശുവേ നിന്ന് വിളിക്ക്. അങ്ങക്കല്ലാതെ എന്നെ ലാഭമാക്കാൻ പറ്റില്ല. എൻ്റെ മേൽ കിടക്കുന്ന ശാപങ്ങൾ, എൻ്റെ മേൽ കിടക്കുന്ന ഇരുട്ട്, പാപം, ഇതിന് പരിഹാരമില്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി നേർച്ച കാഴ്ചകൾ നടത്തി, പക്ഷെ എനിക്കൊരു മാറ്റവും വരുന്നില്ല. ഇന്ന് രാത്രി കേട്ട ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് നിൽക്കുന്ന എൻ്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങളുടെ മതവും സമുദായവും ഒക്കെ ഏതുമാകട്ടെ, പക്ഷെ നിങ്ങൾ 25 കൊല്ലം ബൈബിളും പിടിച്ച് നടന്നിട്ടും നിങ്ങൾ ഈ സത്യം ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളും പെട്ടുപോയേനെ. ഈ സത്യം അറിഞ്ഞ നിങ്ങൾ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കണം. ആത്മാവിന്റെ വ്യാപാരത്തിന് വിധേയപ്പെടണം. ദൈവസന്നിധിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് അർപ്പിക്കണം. ബാക്കി കിടക്കുന്ന ആയുസ് ഞാനൊരു ലാഭമായിരിക്കണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അകത്തോ പുറത്തോ എവിടെയാകട്ടെ, ബാക്കി കിടക്കുന്ന ആയുസ് ഞാനും എൻ്റെ മക്കളും ലാഭമാകണം. എൻ്റെ ദൈവത്തിന് ലാഭമാകണം. ജീവൻ തന്ന്, ധരിക്കാൻ വസ്ത്രം തന്ന്, ഇത്ര സൗന്ദര്യം തന്ന്, സമാധാനം തന്ന്, നല്ല ജീവിത പങ്കാളിയെ തന്ന്, വീട് തന്ന്, ജോലി തന്ന്, മക്കളെ തന്ന്, അവർക്ക് പഠിക്കാൻ ബുദ്ധി തന്ന്, ഞങ്ങളെ കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കുന്ന ഈ ദൈവത്തിന് ഇനി ഞാൻ ലാഭമായി ജീവിച്ചോളാം. എൻ്റെ ഇരുട്ടെല്ലാം മാറട്ടെ. സ്തോത്രം. കർത്താവേ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എന്നിലുള്ള എല്ലാ ഇരുട്ടും മാറട്ടെ. ചാരം മൂടിക്കിടക്കുന്ന എൻ്റെ ജീവിതത്തിന് മാറ്റം വരട്ടെ. ഞാൻ നിർത്തുകയാണ്. ഈ വാക്കുകൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ
ഒരു നിമിഷം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക. അശുദ്ധിയെല്ലാം നിങ്ങൾ കണ്ണ് നനഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് യെശയ്യാവിനെ തൊടിവിക്കാൻ കൊടിലിൽ തീക്കനൽ കൊടുത്തുവിട്ട ദൈവം സറാഫുകൾ നിങ്ങളുടെ അടുക്കൽ പറന്നിറങ്ങട്ടെ. നിങ്ങളുടെ ശുശ്രൂഷ തെളിയട്ടെ. നിങ്ങളുടെ ബിസിനസ് ധന്യമാകട്ടെ. നിങ്ങളുടെ മക്കൾ നന്നായി പഠിക്കട്ടെ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ സമാധാനത്തിൻ്റെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഒരു നിമിഷം അമർന്നിരുന്നിട്ട് പറ, എനിക്ക് ലാഭമാകണം. ദൈവമക്കളെല്ലാവരും ഒരുമിച്ച് ഒരു വാക്കിൽ ഞാൻ പ്രാർത്ഥിച്ചനന്തരം ഒരു വരി പാട്ടുപാടുമായിരിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളെ കേൾപ്പിക്കാം. സ്തോത്രം. സമാധാനത്തിന് ദൈവം ഇതിന് നടുവിലുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി പറ, എനിക്ക് ചാരം മൂടിയ ജീവിതം വേണ്ട, രഹസ്യ പാപങ്ങൾ വേണ്ട. എൻ്റെ ജീവിത പങ്കാളി എന്നെ വിട്ട് വേറെ വഴിക്ക് പോകരുത്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കകത്ത് ഇരുട്ട് കയറരുത്. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സാത്താൻ തട്ടിയെടുക്കരുത്. കർത്താവിന് ചെയ്യണമെന്ന് പ്രാർത്ഥിക്ക്. ദൈവദാസന്മാരെല്ലാവരും സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ദുഷ്ടപിശാച് മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുമ്പോൾ അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്ക്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നാട്ടിൽ വന്ന് നിങ്ങളുടെ വചനത്തിൻ്റെ ഒരംശം പറയാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. കർത്താവേ, മനുഷ്യനെ ഇരുട്ടാക്കി കൊണ്ടു നടക്കുന്ന സാത്താൻ്റെ വഞ്ചനയിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ ഈ നാട്ടിലിരിക്കുന്നവർ അവർക്ക് തന്നെ ഒരു ലാഭമാകണം. അവരുടെ പ്രൊഫഷനിൽ അവർ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് നിങ്ങളുടെ നാമത്തിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി കണ്ണ് നിറഞ്ഞ് മനസ്സുകൊണ്ട് തേങ്ങിയും ഞാൻ ഈ സത്യം ഇവിടെ വിളിച്ചു പറഞ്ഞപ്പാ, ഞാൻ വിതച്ചിട്ട് പോകുന്നു. ഈ വിത്ത് ആകാശത്തിലെ പറവകൾ കൊണ്ടുപോകരുത്. ഇത് പാറസ്ഥലത്ത് കെട്ടുപോകരുത്. മുള്ളിനടിയിൽ ഞെരുങ്ങരുത്. ഇത് ഈ കൊല്ലകയിൽ 100 മേനി വിളയട്ടെ. നിങ്ങളുടെ വരവ് താമസിച്ചാൽ അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോഴേക്കും ഈ ദൂത് ഫലിച്ചെന്ന് വരേണ്ടതിന് ഇരുട്ട് മാറിയ ഒരു കൂട്ടം ആളുകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യും. കർത്താവിന്റെ മഹത്വം വെളിപ്പെടും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കും.